സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയോ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കോ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ രാത്രി പലയിടത്തും മഴയുണ്ടായി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, മലബാർ മേഖലയിൽ മഴ കനക്കും എന്നാണ് മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് അടക്കം മഴ തുടരുന്നുമുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ എറണാകുളത്ത് നിങ്ങോട്ടുള്ള വടക്കൻ മേഖലയിലേക്കുള്ള ജില്ലകളിലെല്ലാം ശക്തമായ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്, ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ രാത്രി കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാറിലെ ജില്ലകളിൽ അതിശക്തമായ മഴയാണ്. തുടർച്ചയായ മഴ, രാത്രി മുഴുവൻ മഴ തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് മലയോര പ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയുണ്ട്. ഓറഞ്ച് അലേർട്ടാണ് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓറഞ്ച് അലേർട്ട് അനുസൃതമായ മഴ തുടരുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ഏറ്റവും കൂടുതൽ മഴ കണ്ണൂർ ജില്ലയിലാണ് ഇന്നലെ രാത്രി ഇതുവരെയായി പെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെ നാശനഷ്ടങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും എവിടെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ ശക്തമായ മഴ എല്ലായിടങ്ങളിലും ഏറെക്കുറെ മലബാറിലെ ഈ ജില്ലകളിലെല്ലാം തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഷഹീദ്, ഇപ്പോൾ തന്നെ ഷഹീദ് കൊടയൊക്കെ പിടിച്ചിട്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ തന്നെ നേരിടുന്നു. അത്തരത്തിൽ സ്കൂള് തുറക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തുന്നു. ആളുകൾക്ക് ജോലിക്ക് പോകാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട്. സാധാരണ മൺസൂണിൻ്റെ ഒരു വരവിന് അനുസരിച്ച് ജനങ്ങളും തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരുക്കങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ നേരിടുന്നുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ കേരളം അനുഭവിക്കുന്ന മഴ ചക്രവാത ചുഴിയാണ്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ ഭാഗമായുള്ള മഴയാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കാലവർഷം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഈ മാസം അവസാനത്തോടുകൂടി ജൂൺ ആദ്യത്തിലോ കാലവർഷം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഈ ചക്രവാത ചുഴിയെ തുടർന്നുള്ള മഴ തന്നെ അതിശക്തമായ കാലവർഷത്തിന് സമാനമായ രീതിയിലുള്ള മഴയിലേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോകുന്നത്. അതിന്റെ ഏറ്റവും തീവ്രമായ മഴ ഇന്നലെ രാത്രിയും ഇന്നുമായി അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ 2018-ലും 2019-ലും ഒക്കെ ഉണ്ടായ തീവ്ര മഴയും അതേ തുടർന്നുണ്ടായ പ്രകൃതി ദുരന്ത സാഹചര്യങ്ങളൊക്കെ കേരളം നേരിട്ടതാണ്. സ്വാഭാവികമായും ആ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ ഭരണകൂടത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഭാഗത്തു നിന്നൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജില്ലാ ഭരണകൂടം എല്ലാ റവന്യൂ വകുപ്പുകളിലേക്കുമൊക്കെ എല്ലാ താഴെത്തട്ടിലേക്കുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചക്രവാത ചുഴി ഈ രീതിയിൽ സാധാരണഗതിയിൽ ഈ മഴ കാലവർഷത്തിന് മുമ്പ് ഉള്ള മഴ ഈ രീതിയിൽ വേനൽ മഴയാണ് സാധാരണ മലയാളി അനുഭവിക്കാറുള്ളത്. പക്ഷേ അതിന് മുന്നോടിയായി ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയുമൊക്കെ ഈ രീതിയിലുള്ള വലിയ മഴയിലേക്ക് കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇത് അസാധാരണമായ ഒരു സാഹചര്യം കൂടിയാണ്. ഏതായാലും കഴിഞ്ഞ 2018-ലെയും 2019-ലെയും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭരണകൂടം ഏതായാലും ജാഗ്രതയിലാണ്. പൊതുജനങ്ങൾക്കും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളിലും ഈ രീതിയിലുള്ള കനത്ത മഴയുണ്ടാകുമ്പോൾ എങ്ങനെ നേരിടണം എന്നുള്ള രീതിയിലുള്ള അത്തരം അനുഭവങ്ങളും അത്തരം ചിന്തകളുമൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതുവരെ ഈ രീതിയിൽ മഴയെ തുടർന്നുള്ള അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറെടുത്തിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ ഈ യാത്ര ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലൂടെയുള്ള യാത്ര ഒഴിവാക്കുക, അത്തരത്തിൽ ഈ വെള്ളം കയറുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുക, അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് പൊതുജനങ്ങളും പോകേണ്ട സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഭരണകൂടം ആ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളും അതിനനുസരിച്ച് ഇടപെടേണ്ട. ഷഹീദ് സൂചിപ്പിച്ചതുപോലെ 2018-ൽ ആയിരുന്നു മലയാളി അടുത്ത കാലത്ത് ഒരു മഹാപ്രളയത്തെ നേരിട്ടത്. അതിനുശേഷം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്ത് സ്വീകരിക്കേണ്ട നടപടികൾ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച ഒരു അവബോധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിയുകയും ചെയ്യാം. പക്ഷേ ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ ലഭിച്ചിട്ടുള്ള അതിശക്തമായ മഴ ഇപ്പോൾ ഷഹീദ് പറയുന്നതനുസരിച്ചാണെങ്കിൽ കണ്ണൂരിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത എല്ലാവരും തുടരുക.
വിദ്യാർത്ഥിനിക്ക് പൊതുവേദിയിൽ വിലക്കേർപ്പെടുത്തിയ സമസ്തയെ വിമർശിച്ച ജസ്റ്റിസ് കെ ചന്ദ്രു സ്ത്രീകളോട് വിവേചനപരമായി പെരുമാറാൻ ഒരു സാമുദായിക നേതാവിനും അവകാശമില്ല. സമൂഹത്തിൽ ലിംഗസമത്വവും സ്ത്രീ സംരക്ഷണവും ഉറപ്പാക്കണം. സമസ്താവേദിയിൽ പെൺകുട്ടിക്ക് വിലക്ക് ഏർപ്പെടുത്തിയ നടപടി ശക്തമായി അപലപിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും ജസ്റ്റിസ് ചന്ദ്രു ന്യൂസ് 18നോട് പറഞ്ഞു. രാജ്യദ്രോഹ നിയമം മാത്രമല്ല, UAPA അടക്കമുള്ള കരിനിയമങ്ങളും റദ്ദാക്കണം. കർണാടകയെ BJP വിദ്വേഷം പരത്താനുള്ള പരീക്ഷണശാലയായി ഉപയോഗിക്കുകയാണ് എന്നും ഹിജാബ് നിരോധനം ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് കെ ചന്ദ്രു വിമർശിച്ചു. SS ശരണിന്റെ റിപ്പോർട്ടിലേക്ക്. തമിഴ് സിനിമയായ ജയ് ഭീം പുറത്തിറങ്ങിയതിന് പിന്നാലെ ലോകശ്രദ്ധ ആർജിച്ച വ്യക്തിത്വമാണ് ജസ്റ്റിസ് കെ ചന്ദ്രു. ജസ്റ്റിസ് കെ ചന്ദ്രു തിരുവനന്തപുരത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തോട് സമീപകാലത്ത് ഉണ്ടായ വിഷയങ്ങൾ നമുക്ക് പ്രതികരണം തേടാം. സർ, മലപ്പുറത്ത് ഉണ്ടായ സംഭവം സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് സമസ്ത വേദിയിൽ സമസ്ത നേതാവ് പെൺകുട്ടിക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു. ഇതിനെങ്ങനെയാണ് സർ കാണുന്നത്? Constitution gives equality and equal protection law irrespective of gender, and Article 15(2) prohibits any kind of discrimination against women, and there is a fundamental duty under 51A which says all obscurantic practices against women must be shed. If these are all the constitutional right and the constitutional duty, I do not think any political leader or any religious leader can say that women are only to be kept at home and cannot come out in the open. It's all a wrong thing. It's an obscurantic idea which is have no sanction in law. And secondly, gender justice is an underlying principle in this country, and nobody can put women in the backyard. And I don't think there is any religious sanction behind it. Even if there is, the Constitution is a paramount document which overrides all other obscurantic ideas. Here the governor says a case should be registered against the Samastha leader. How do you reply to that? Merely because expressing views, if you start putting people, there are crores of people in this country who have similar views. So what is required is the other people who must come out strongly to condemn such practices and support women to come forward to participate in public life. That's the only way. It requires a public censure rather than criminalizing people, because there are similar views are held by them. Even some women have such views also. You don't pounce on such people, but it's too late for them to say such things in the teeth of constitutional provisions. Sir, recently Karnataka High Court banned hijab in the schools. Actually, there's a right to education. So how do you look into the verdict? Actually, it has nothing to do with the High Court. It is a BJP government which wants to bring new rules so that they can isolate people on the basis of religion. So suddenly they made a uniform law which did not prescribe hijab as a permissible attire. Now, when they bring the law, that was challenged in court, and a full bench of the Karnataka Court held it's valid. Now matter is in Supreme Court. Supreme Court did not grant stay. The result is number of girls could not go to school, and the statistics show there are 20,000 girls who have not written 10th standard examination. Now this is certain foolish thing, because one is religious ideas being used to split people, to bring hatred cannot be allowed. Now BJP uses Karnataka as a laboratory to experiment on this hate politics so that they can expand to the other southern states. I do not think their tactics will survive or succeed in Kerala or in Tamil Nadu. They are more advanced state. And when there is a right to education, which is a fundamental right, the girls will have to be in school. Whatever dress they wear is irrelevant. You cannot, in the name of uniform, prevent girls from coming to school. So you think there is a conspiracy behind the decision? It is a BJP experimentary laboratory. Unfortunately, the Supreme Court could not decide faster, and the full bench judgment of the Kerala High Court is fully wrong. It's not consistent with the Constitution. Recently, Supreme Court raised so many questions regarding sedition law, and court revoked the sedition law. Government wanted to have time to relook on the matter. I do not understand what is the word relook, but court wanted to adjourn the matter by giving time. This is what government wanted. Now government can decide, we want the law, then the court will have to hear the main case. Government may decide, we do not want the law, then the court case is failure. Government may amend the law much more sinister
then again we'll have to have a fresh challenge. I think this is the entire thing is only sidetracking the main issue. Subsequent to the Indian Penal Code, there are several criminal laws which are much worse than this. UAPA Act, Unlawful Activities Prevention Act, is one example where people can be detained without bail. People can be sent to jail without even charge sheet being filed eternally. Now even in the Bhima Goregan case, 13 people are inside. Now instead of fighting for repeal of all black laws, getting joy over 124A limited stay is not a correct thing. Ultimately, 124A stays or not, there are much worse criminal laws in India. We'll have to seek for repeal of those laws. There are a lot of cases pending in the courts. How this is going to affect the proceedings? Now, pendency of cases and backlog is another worrying factor, because all over India there are 4.41 million cases are pending. Supreme Court 72,000 cases are pending. Now, pendency has a different dimension. Now, some people are saying increase the number of judges, it will get reduced, it will not get reduced. We will have to find ways and means by which the pendency can be reduced so that quick justice, timely justice will be given to people. Instead of giving timely justice, you are only thinking of artificial solutions. Artificial solutions will not bring down. For example, in my tenure as a judge for 6 years and 7 months, I was able to dispose of 96,000 cases. Nobody has ever asked me, how did you do it? Because they are not interested at all. Everybody is interested in their office and then the perks attached to the office, but not the fundamental issue. Why? One simple example. The court work only half the year only. 185 days, 200 days they work. The rest of the days go on holiday. Now 2 years the courts were closed due to pandemic. They are still having summer vacation now. Well, already you had enjoyed vacation enough. Why can't they work during the vacation? They are not interested in giving up their own perks, their own enjoyment of vacation. Now, if you say you work more, they say we are too tired, we are working very hard. If you are working hard, why is there so much pendency? Therefore, the experts on this field will have to discuss and find ways and means to reduce the pendency. And you must appoint quality judges, not all kinds of judges on irrelevant consideration. Therefore, there are so many other suggestions have come from many expert committees, but they are not looking into those committees. Thank you so much, sir, for joining with us. Bye. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 78.2% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. 12 ജില്ലകളിലായി 2 കോർപ്പറേഷൻ, 7 മുനിസിപ്പാലിറ്റി, 2 ബ്ലോക്ക് പഞ്ചായത്ത്, 31 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF ഭരിക്കുന്ന കോട്ടയം ഏറ്റുമാനൂർ നഗരസഭയിൽ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നും ഇന്ന് അറിയാം. ഏറ്റുമാനൂർ അമ്പലം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിച്ചാൽ രാഷ്ട്രീയ നീക്കത്തിന് കളമൊരുങ്ങും. കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ തെക്കേ കുന്നമ്പ്രം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഫലം CPMന് നിർണായകമാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ ഉപതെരഞ്ഞെടുപ്പ് വിജയം LDFന് അനിവാര്യമാണ്. ഇടത് അംഗം രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. LDF 5, UDF 5, SDPI 4 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. KSRTC ശമ്പള പ്രതിസന്ധി പരിഹരിക്കണമെന്ന CITU ആവശ്യം അവഗണിച്ച് മുഖ്യമന്ത്രി. CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ മുഖ്യമന്ത്രിയെ കണ്ടെങ്കിലും ഉറപ്പുകൾ നൽകിയില്ല എന്നാണ് വിവരം. തുടർ ചർച്ചകൾ നടത്താനുള്ള ശ്രമത്തിലാണ് CITU. നേരത്തെ ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശമ്പളം നൽകാൻ സർക്കാർ ഇടപെടേണ്ടതില്ല, മാനേജ്മെന്റ് നൽകും എന്ന അഭിപ്രായമായിരുന്നു ഗതാഗത മന്ത്രിയുടേത്. വിദേശ സന്ദർശനം കഴിഞ്ഞ് KSRTC MD ബിജു പ്രഭാകർ ഇന്ന് തിരിച്ചെത്തിയേക്കും. ബാങ്കിൽ നിന്ന് വീണ്ടും ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം നൽകാനുള്ള നടപടികൾ KSRTC ആരംഭിക്കും. ഡീസലിന് അധിക വില ഈടാക്കുന്നതിനെതിരെ KSRTC സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് S. അബ്ദുൽ നസീർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക. വിപണി വിലയേക്കാൾ അധികം തുക ഈടാക്കുന്ന പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ നടപടി തടയണമെന്നാണ് ആവശ്യം. എണ്ണക്കമ്പനികൾ KSRTCക്ക് വിപണി വിലയ്ക്ക് ഡീസൽ നൽകണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടപടി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ KSRTC ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിപണി വിലയേക്കാൾ ലിറ്ററിന് 21 രൂപയിൽ അധികമാണ് എണ്ണക്കമ്പനികൾ ഇപ്പോൾ ഈടാക്കുന്നത്. അധികം തുക നൽകേണ്ടി വരുന്ന സാഹചര്യം കോർപ്പറേഷന് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു.
ഈ സ്ഥിതി തുടർന്നാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും KSRTCയുടെ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടവേള. ന്യൂസ് 18 ഗുഡ് മോർണിംഗ്. ഇനി തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. പ്രചാരണ ആവേശത്തിൽ തൃക്കാക്കര. തൃക്കാക്കരയിലേത് കേരയിൽ ജനഹിത പരിശോധനയല്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന സർക്കാരിന്റെ ജനഹിത പരിശോധനയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. മുക്കുമുറിച്ചും ശകുനം മുടക്കിയുമാണ് പ്രതിപക്ഷം മുന്നോട്ടു പോകുന്നത് എന്നും ധനമന്ത്രി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ധനമന്ത്രി KN ബാലഗോപാൽ സജീവമാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. പ്രചാരണം ഉച്ചസ്ഥായിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? എന്താണ് അനുകൂല ഘടകങ്ങൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടെന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി വ്യക്തികളെ കാണുമ്പോഴും ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരെ കാണുമ്പോഴും എല്ലാം മനസ്സിലാവുന്നു. ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി പുതിയൊരു വിഭാഗം വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പിന്തുണയുണ്ട്. കൂടുതൽ ആളുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുന്നു എന്നാണ് കാണുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി വികസന കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം നഗരത്തിലെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. മെട്രോയുടെ വികസനം, തുറമുഖത്തിൻ്റെയും റെയിൽവേയുടെയും വികസനം, പുതിയ ധാരാളം റോഡുകളും പുതിയ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും പുതിയ വ്യവസായ പാർക്കുകളും IT പാർക്കും എല്ലാം വരുന്നുണ്ട്. കേരളത്തിലാകെ വരുന്നതിന് ഏറ്റവും കൂടുതൽ വരുന്നത് എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്ത് ഈ വികസനം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അഴിമതിരഹിതമായ വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങൾക്കറിയാം ഇടതുപക്ഷം വേണം. പാലാരിവട്ടം പാലത്തിൻ്റെയൊക്കെ അനുഭവം ഉള്ളവരാണ് ഇവിടെ ഉള്ളവരെന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി അവർക്കറിയാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂലമായ കാര്യം നമ്മുടെ ഡോക്ടർ ജോ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം നല്ല അംഗീകാരമുള്ളൊരു ഡോക്ടറാണ്. ഇടതുപക്ഷ അനുഭാവിയാണ്. നേരത്തെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലുണ്ട്. അതിനൊപ്പം അദ്ദേഹത്തിന് മറ്റൊരു മേഖല, അദ്ദേഹത്തിൻ്റെ അംഗീകാരം വിവിധ മേഖലകളിൽ നിന്നുള്ള പിന്തുണയായിട്ടും വരുന്നുണ്ടെന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു അവസ്ഥയുണ്ട്. അത് വളരെ പ്രകടമാവുന്നൊരു കാര്യമാണ്. UDFൻ്റെ പ്രചരണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും കള്ളപ്രചരണങ്ങളും കള്ളമായ കാര്യങ്ങൾ പറയുന്നതും അത്തരം ചില സമീപനങ്ങൾ കാണാം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വളരെ അനുകൂലമായൊരു സ്ഥിതി തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ അനുകൂലമായ സ്ഥിതി ഓരോ ആളുകളെയും കണ്ട്, ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ടുറപ്പാക്കി എല്ലാവരെയും വോട്ട് ചെയ്യിക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് ജാഗ്രതയോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകർ മുന്നോട്ട് പോയി എല്ലാവരുടെയും വോട്ട് ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിനോടുകൂടിയാണ് പൂർണ്ണമാവുക. അതുകൊണ്ട് ആ പ്രവർത്തനം ഇനിയും കുറേ ദിവസങ്ങളുണ്ട്. ആ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. ഈ കേരളിൻ്റെ ഒരു ജനഹിത പരിശോധനയാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. ഈ ജനഹിത പരിശോധനയിൽ തോറ്റാൽ കേരള പദ്ധതിയിൽ നിന്നും പിന്മാറുമെന്നാണ് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട്. ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ഒരു ജനഹിത പരിശോധനയാണല്ലോ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിലയിരുത്തുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതിയെ സംബന്ധിച്ചല്ല. ജനങ്ങളെ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ മണ്ഡലത്തിലെ സാധ്യതയനുസരിച്ചിട്ട് ഇവിടുത്തെ ആളുകൾ വോട്ട് ചെയ്യും. നേരത്തെ UDF സാമാന്യം ഭൂരിപക്ഷത്തോട് ജയിച്ചിരുന്നൊരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ അതിനേക്കാളിലും അധികം വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വർദ്ധിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് എന്തെങ്കിലും എല്ലാം കാര്യം പറഞ്ഞിട്ട് UDF പറയുന്നതൊന്നും അല്ല അടിസ്ഥാനം. ജനങ്ങളുടെ നല്ല പിന്തുണയുണ്ട്. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കേരളയിൽ ഒരു U-ടേൺ അടിച്ചു എന്നാണ് പറയുന്നത്. കാരണം നേരത്തെ മുതൽ തന്നെ പലരും പറഞ്ഞിരുന്നു ഈ കല്ലിട്ടുള്ള സർവേ അവസാനിപ്പിക്കണം, ഉപഗ്രഹ സർവേ നടത്തണം. അതിൽ നിന്ന് പിന്മാറിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. അതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന്, അത് പരാജയം തിരിച്ചറിഞ്ഞാണ് ആ സർവേയിൽ നിന്ന് പിന്മാറിയത് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ പരാജയം വിജയം തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിലയിരുത്തലായിക്കോട്ടെ. എന്തായാലും കേരളയിൽ പദ്ധതി വേണ്ടതാണെന്നാണ് ഗവൺമെൻറ് കരുതുന്നത്. മഹാഭൂരിപക്ഷം ആളുകളും അത് കരുതുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പോലുള്ള ചാനലുകളൊക്കെ ജനങ്ങളുടെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ ഇവിടെ പല മേഖലയിലും വർക്ക് ചെയ്യുന്ന ആളുകൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഞങ്ങൾക്ക് അതിവേഗം യാത്ര ചെയ്യുന്ന സംവിധാനങ്ങൾ വേണം. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ കാസർഗോഡ് നിന്നോ തിരുവനന്തപുരത്തു നിന്നൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് പല മേഖലയിൽ നിന്നും. അപ്പോൾ അവർക്ക് ആ ജോലി ചെയ്യാനായിട്ട് 3 മണിക്കൂർ കൊണ്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്ന് ഞാൻ ടെലിവിഷനിൽ അവർ പറയുന്നത് കേട്ടതാണ്. ഈ സ്ഥാനാർത്ഥിയുടെ സാധ്യത അനുസരിച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ധാരാളം യാത്രാ സൗകര്യങ്ങളൊന്നും നേരത്തെ ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടപ്പോഴും എതിരായിരുന്നു.
റോഡിന് വീതി കൂട്ടിയപ്പോഴും എതിരായിരുന്നു. പക്ഷേ ആ സൗകര്യങ്ങളെല്ലാം നന്നായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വികസന പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ചിന്ത. അതിനകത്തിപ്പോൾ ഈ പിന്നെ കുറ്റി അവിടെ കൊണ്ടിടാതെ തന്നെ, കല്ലിൻ്റെ കുറ്റി അവിടെ ഇടാതെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ ചില മേഖലയെ പറ്റും. അത് റവന്യൂ വകുപ്പായിട്ട് ആലോചിച്ച് ചെയ്തതാണ്. കേരളയിലെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിക്കൊക്കെ വിധേയമാണ് ഇതിൻ്റെ ഫൈനൽ പ്രോജക്റ്റ്. കാരണം ഇതിൻ്റെ ഫീസിബിലിറ്റി, അതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി, ഫിനാൻസിനെ കിട്ടുന്ന കാര്യം തുടങ്ങിയത് അവരുടെ പല അനുവാദങ്ങൾ കിട്ടാറുണ്ട്. എന്തായാലും ആ അനുവാദമെല്ലാം കിട്ടിയാൽ നടക്കുന്നൊരു കാര്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് കേരളത്തിൻ്റെ ഭാവി വലിയ മാറ്റം ഉണ്ടാക്കും. നേരത്തെ ഇത്തരം കാര്യങ്ങൾ പലതും ചെയ്ത സമയത്ത് തടസ്സമുണ്ടാക്കിയ ആളുകൾ ഏറെയുണ്ട്. പണ്ട് ട്രെയിൻ ആദ്യമായി വന്ന സമയത്ത് തടസ്സമുണ്ടാക്കിയ ആളുകളുണ്ട്. ട്രെയിൻ ആദ്യം വന്നപ്പം വലിയ തടസ്സമുണ്ടാക്കിയ എത്രയോ ആളുകളുണ്ട്. റോഡ് പണിയുമ്പോൾ തടസ്സമുണ്ടാക്കിയ ആളുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ സമീപനം ഞാൻ പറയാം, മെട്രോ റെയിൽ ഉണ്ടാവുന്നതിന് അതിശക്തമായ പ്രവർത്തനം ആരംഭിച്ചതും ആദ്യമായിട്ട് ആ ശ്രമം തുടങ്ങിയതും ചെയ്തതും ഇടതുപക്ഷമാണ്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയ്ക്കടുത്താണ്. ഇപ്പോൾ ഈ മെട്രോ റെയിലിൻ്റെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് DMRC തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ നിലപാടെടുത്ത ഇടതുപക്ഷമാണ്. മെട്രോ റെയിൽ മാത്രമല്ല, കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ NHന്റെ വീതി 45 മീറ്റർ ആക്കണമെന്നുള്ള ചർച്ച നടക്കുമ്പോൾ ആ ഗവൺമെൻറ് അതിന് ഒരു നിലപാടെടുക്കാൻ ഇങ്ങനെ സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സർ പിണറായി പറഞ്ഞത് ഞങ്ങൾ ആ വീതി അത്ര എടുക്കുന്നതിനെ അനുകൂലിക്കുന്നുവെന്നാണ്. അപ്പോൾ വികസന കാര്യത്തിനകത്ത് അങ്ങനൊരു സമീപനമാണ് എടുക്കേണ്ടത്. മൂക്ക് മുറിച്ച് ശകനം മുടക്കുന്ന സമീപനമല്ല UDF എടുക്കേണ്ടത്. അവർ ഇങ്ങനെ പറയുന്നത് അവരെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തതേ ഉള്ളൂ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയും ജനങ്ങൾക്ക് തർക്കമുണ്ടാവാതെയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള സമീപനം തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതുകൊണ്ട് ഇന്നത്തെയും ഇന്നലത്തെയും പത്രങ്ങളിൽ വന്നൊരു വാർത്ത UDF നേതാക്കന്മാർ ഒന്ന് വായിക്കണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അതിനകത്ത് പറയുന്നു, ഇന്ത്യയിൽ ഏറ്റവും വലിയ വിലക്കയറ്റം ലോകത്താകെ ഉള്ളതുപോലുണ്ട്, പക്ഷേ ഏറ്റവും കുറച്ച് വിലക്കയറ്റം ഉള്ളത് കേരളത്തിലാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടാണ്. ഇന്നലത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട്. ഇന്ന് മലയാള പത്രങ്ങളിൽ, മലയാളം ദേശാഭിമാനിയിലോ ജനയുഗത്തിലോ അല്ല, മനോരമയിലോ മാതൃഭൂമിയിലോ കേരള കൗമുദി അടക്കമുള്ള പത്രങ്ങളിലൊക്കെ ഉണ്ട്, മറ്റു പത്രങ്ങളിലും ഉണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിലും അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വിശദമായ റിപ്പോർട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും വിലക്കുറവ്? കൃത്യമായ പൊതുവിതരണ സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ്. ആ പൊതുവിതരണ സമ്പ്രദായവും കാര്യങ്ങളും എല്ലാം ഉള്ള, ജനങ്ങൾക്ക് ഏറ്റവും വിലക്കുറച്ച് സാധനം കൊടുക്കാൻ പറ്റുന്ന പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നല്ലപോലുള്ള, നല്ല ആരോഗ്യവും നല്ല വിദ്യാഭ്യാസവും ക്രമസമാധാനവും അഴിമതി ഇല്ലാത്തതുമൊക്കെ ആയിട്ടുള്ളൊരു ഭരണം ശക്തിപ്പെടണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളുടെ പിന്തുണ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് കണ്ടിട്ട് എങ്ങനെയും ഈ ചർച്ചകളിൽ നിന്നൊക്കെ മാറ്റാനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ശ്രമിക്കുന്നത്. അവർക്ക് ഈ രാഷ്ട്രീയം പറയുന്നത് ഇഷ്ടമല്ല, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയണം. അല്ല, അവർ ചോദിക്കുന്നത് ഈ KSRTC ഒന്ന് ലാഭകരമായി കൊണ്ടു നടക്കാൻ കഴിയാത്തവർ എങ്ങനെ കേരളത്തിന് വേണ്ടി സ്വപ്നം കാണുന്നതാണ്. KSRTC ലാഭകരമായിട്ട് നടക്കുന്നുള്ള KSRTC കുറെ കാലമായിട്ട് അത് ലാഭകരമായിട്ട് നടക്കുന്നില്ല. പക്ഷേ KSRTC പെൻഷൻകാർക്ക് 5 വർഷക്കാലം പെൻഷൻ കൊടുക്കാതിരുന്ന ആളുകളാണ് UDF എന്നുള്ളത് നിങ്ങളും മറക്കാൻ പാടില്ല. പഴയ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മുന്നോട്ട് നോക്കിയാൽ മതി, പെൻഷൻ പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇടതുപക്ഷ സർക്കാർ വന്നപ്പോഴാണ് പകുതി പെൻഷൻ ഇടതുപക്ഷ മുന്നണി പറഞ്ഞു ഗവൺമെൻറ് സർക്കാരെ സഹായിക്കാം, ബാക്കി നിങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ അത് പൂർണ്ണമായും ഗവൺമെൻറ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. വേറൊരു കാര്യമാണ്, ഈ ഒരു കാലത്തും KSRTCക്ക് ശമ്പളത്തിന് വേണ്ടി ഗവൺമെൻറ് സബ്സിഡി കൊടുത്തിരുന്നില്ല. എന്നാൽ കോവിഡ് കാലത്ത് കുറേ സഹായിച്ചു, ഇപ്പോഴും അല്പം സഹായിക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെട്ട് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തും. എല്ലാം വിറ്റുതലയ്ക്കുന്ന, LIC ഉൾപ്പെടെ വിറ്റുതലയ്ക്കുന്ന കേന്ദ്ര സമീപനം തുടങ്ങി വെച്ചതാരാ? അതുപോലെ വിൽക്കാനാ ഇന്ത്യൻ റെയിൽവേയും LICയും ബാങ്കുകളും ഒക്കെ വിറ്റുതലയ്ക്കുന്ന സമീപനം തുടങ്ങിയത് UDF ആണ്. UDFന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള UPA ഗവൺമെൻറ്റാണ്. ഞങ്ങൾക്ക് ആ സമീപനമില്ല. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിൽക്കാൻ വെച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ ലാഭകരമായി കൊണ്ടുപോകുന്ന ഇടതുപക്ഷ മുന്നണിയാണ്. ഇപ്പോൾ എറണാകുളത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നാളെ ഇവിടെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ ഉദ്ഘാടനമാണ്. പുതിയ യൂണിറ്റിന്റെ കോൺഗ്രസ് വിൽക്കാൻ തീരുമാനിച്ചു, BJP സമയത്ത് വിറ്റു, അവസാനം ഇടതുപക്ഷം അത് മേടിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നടത്തിക്കോളാം. നാളെ അവിടെ പേപ്പർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അതുപോലെ റബ്ബറിന്റെ ഒരു കമ്പനി അവിടെ ആരംഭിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷം പൊതുമേഖല ചെയ്യുന്നതും സാധാരണക്കാർക്ക് ചെയ്യുന്ന കാര്യമൊക്കെ ജനത്തിനറിയാം. KSRTCയെ ശക്തിപ്പെടുത്തും. പൈസ എങ്ങനെ കൊടുക്കും, അതൊക്കെ കൊടുക്കുന്നില്ല. ഇപ്പോഴും ഗവൺമെന്റ് കൊടുത്ത ഒരു വിഹിതം പണം അവരുടെ പെട്ടിയിലുണ്ട്. ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ അത് പൂർണ്ണമായും നടത്തേണ്ടതിൻ്റെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും. പക്ഷേ ഡീസലിന് നിങ്ങൾക്കൊരു വലിയ 2 കോടി രൂപയുടെ ഒരു കാർ ഉണ്ടെങ്കിൽ ഡീസൽ അടിക്കാൻ പോയാൽ 90 രൂപയ്ക്ക് 1 ലിറ്റർ കിട്ടും. KSRTCയുടെ പഴയ വണ്ടി കൊണ്ടുപോയാൽ 120 രൂപയ്ക്ക് കിട്ടും. ഇതിനെതിരെ വല്ലതും പറയുന്ന കേട്ടുണ്ടോ? ഈ പിന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും BJP നേതാക്കന്മാരും വല്ലതും പറയുന്ന കേട്ടുണ്ടോ? ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രതിപക്ഷം അഭിപ്രായം പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒറ്റ അക്ഷരം പറയുന്നുണ്ടോ ഈ പ്രതിപക്ഷ നേതാക്കന്മാർ?
അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ സമീപനത്തിനെതിരെ പറയുന്നതിന് പകരം എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഡോളറുമായുള്ള വിനിമയ നിരക്ക് അതിൽ ഏറ്റവും റെക്കോർഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം വലിയ മാറ്റം. ഇന്ത്യൻ രൂപയുടെ നിലവാരം കുറയുകയാണ്. അത് നമ്മളെ വളരെ ദോഷകരമായല്ലേ ബാധിക്കാൻ പോകുന്നത്? ഈ പെട്രോൾ അടക്കമുള്ള ഇന്ധനം മറ്റു കാര്യങ്ങളെയൊക്കെ ഈ വിദേശ വിനിമയ നിരക്ക് കുറയുന്നത് ശരിക്കും ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ വല്ലാത്തൊരു ആശങ്കയുള്ള സ്ഥിതിയാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ കടമെടുക്കുന്നതിന് പോലും ആവശ്യമില്ലാതെ നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു പ്രശ്നം നമ്മൾ നേരിടുക. പക്ഷേ അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദേശ നാണയ ശേഖരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ കുറവ് കാരണം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയും ഇന്ത്യയിലെ കാർഷിക മേഖലയും എല്ലാം തകർച്ച നേരിടുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നുണ്ട്. ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ്. ഭക്ഷ്യ ദൗർലഭ്യത്തിലേക്ക് ഉൾപ്പെടെ പോകാതിരിക്കണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി വേറെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുത്താൽ അതിനകത്ത് 40% കേന്ദ്ര ഗവൺമെൻറ് ബോറോയിങ്ങിലാണ് ആകെ ബഡ്ജറ്റ് സൈസിൽ. അപ്പോൾ അത്രയും പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്യാസിൻ്റെ വില കൂട്ടുന്നത്. അവരുടെ സാമ്പത്തിക പ്രശ്നം നേരിടാൻ വേണ്ടി ഗ്യാസിൻ്റെ വില കൂടുന്നു, പെട്രോളിൻ്റെ വില കൂട്ടുന്നു, മറ്റ് സാധനങ്ങളുടെ വില കൂട്ടുന്നു. ഇത് കൂടുതൽ നമ്മുടെ ദുരിതത്തിലേക്ക് ആഴ്ത്തും. അതിനകത്തൊരു കൃത്യമായൊരു സ്റ്റഡി നിങ്ങളെപ്പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഒരു സ്റ്റഡി നടത്തി വിശദീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നാലും വളരെ വിശദമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. ഇടത് സ്ഥാനാർത്ഥി വലിയ വിജയം നേടും. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ സംസ്ഥാന സർക്കാരിനടക്കം ബാധിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. തൃക്കാക്കരയിൽ 3ാം ഘട്ട പ്രചാരണം മുറുകിയതോടെ പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിലുണ്ട്. KPCC അധ്യക്ഷന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശം ഇടതുമുന്നണി വിഷയമാക്കി കഴിഞ്ഞു. ചങ്ങല പൊട്ടിയ നായയെന്ന തന്റെ പരാമർശം ഉപമ മാത്രമാണ് എന്നും തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുന്നുവെന്നും സുധാകരൻ വിശദീകരിച്ചു. എങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് LDF തീരുമാനം. ഇതിനൊപ്പം തന്നെ ഇന്ന് കൊച്ചി കോർപ്പറേഷനിലെ 62ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും. ഭരണത്തെ ബാധിക്കുന്നതല്ല എങ്കിലും കോർപ്പറേഷൻ ഫലവും തൃക്കാക്കരയിൽ വരും ദിവസങ്ങളെ പ്രചാരണ വിഷയം ആയേക്കും. MS അനീഷ് കുമാർ തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, നേരത്തെ KN ബാലഗോപാലിൻ്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് തന്നെ ഈ സിൽവർ ലൈൻ ആയി ബന്ധപ്പെട്ട ഒരു ജനഹിത പരിശോധന എന്ന നിലയിൽ തൃക്കാക്കരയെ കാണേണ്ടതില്ല എന്നാണ്. പക്ഷേ തുടക്കത്തിൽ മുതൽ സിൽവർ ലൈനായിരിക്കും ചർച്ചാ വിഷയം, വികസന വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടും എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴായി വിഷയങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ K. സുധാകരൻ്റെ പരാമർശം പ്രധാനപ്പെട്ട ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റുകയാണോ ഇടതുപക്ഷം? തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി ചർച്ചയായി ഉയർന്നു വന്നിരിക്കുന്നത്. ഒന്ന് ഈ സിൽവർ ലൈൻ തന്നെയാണ്. സിൽവർ ലൈൻ്റെ ഒരു ജനഹിത പരിശോധനയാണ് തൃക്കാക്കരയിൽ നടക്കുക എന്നാണ് പ്രതിപക്ഷം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാൽ അത് പിൻവലിക്കുമോ അല്ലെങ്കിൽ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുമോ എന്ന ചോദ്യം ആദ്യം മുതൽ ആവർത്തിക്കുന്നു. എന്നാൽ ധനമന്ത്രി KN ബാലഗോപാൽ അക്കാര്യത്തിൽ കൃത്യമായി പറയുന്നു, ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ജനഹിത പരിശോധനയല്ല, ഈ സംസ്ഥാന സർക്കാരിന് തന്നെ ജനഹിത പരിശോധന തൃക്കാക്കരയിൽ നടക്കുന്നതെന്ന്. അതുകൊണ്ട് സിൽവർ ലൈനുമായി ബന്ധമില്ല, അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ സിൽവർ ലൈനിൽ നിന്നും പിന്മാറുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു കാര്യം അദ്ദേഹം പറയുന്നില്ല. എന്നാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. നേരിട്ട് കല്ലിട്ട് സർവേ നടത്താൻ പറ്റാത്ത ഇടങ്ങളിൽ ഉപഗ്രഹ സർവേ നടത്തുകയാണ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഈ വിഷയം തന്നെയാണ് ഇന്നലെ മുതൽ പ്രതിപക്ഷ നേതാക്കളും ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഒരു തരത്തിലും GPS സർവേ പോലും അനുവദിക്കില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. ഈ സിൽവർ ലൈനൊപ്പം തന്നെയാണ് ഈ കൈവിട്ട വാക്ക് വരുത്തുന്ന വിന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാവുന്നത്. നേരത്തെ മുഖ്യമന്ത്രി PT തോമസിനായി എതിരായി ഉപയോഗിച്ച ചില പരാമർശങ്ങൾ ഒരു സൗഭാഗ്യമാണ് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം വലിയ രീതിയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാക്കളും അടക്കം ആ വിഷയം വലിയ പ്രചാരണ വിഷയമായി തൃക്കാക്കരയിൽ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിനൊരു മറുമരുന്ന് അല്ലെങ്കിൽ ഇതിനൊരു എതിരായുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ KPCC പ്രസിഡന്റ് ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾ. അദ്ദേഹം പറയുന്ന രീതിയിൽ അല്ല, താൻ ഉദ്ദേശിച്ച രീതിയിലല്ല പുറത്തേക്ക് വന്നത്, അല്ലെങ്കിൽ താൻ ഒരു ഉപമയാണ് മാത്രം പറഞ്ഞത് എന്ന് KPCC പ്രസിഡന്റ് വിശദീകരിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് LDF ക്യാമ്പിൻ്റെ തീരുമാനം. ഒപ്പം പ്രചാരണ യോഗങ്ങളിൽ അവർ മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപം എന്ന രീതിയിൽ തന്നെ
തന്നെ ഈ വാക്കുകൾ ഉയർത്തിക്കാട്ടും. ഒപ്പം KT ജലീലും ചില പരാമർശങ്ങൾ നടത്തുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ മകൻ്റെ വിവാഹത്തിന് എല്ലാവരും പോകുന്നത് ED റെയ്ഡിനെ ഭയന്നാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് പോയില്ലെങ്കിൽ പിറ്റേ ദിവസം കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് പല ആളുകളുടെയും വീടുകളിലെത്തും. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയും വ്യവസായ രംഗത്തെയും പ്രമുഖരടക്കം ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഒരു പുതിയ വിവാദത്തിലേക്ക് നീങ്ങുന്നതിനും BJP നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനുമുള്ള സാധ്യതകളും കാണുന്നു. എന്തായാലും ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു, സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞു. നേതാക്കൾ കൂടുതൽ കളത്തിലിറങ്ങി പ്രചാരണം നടക്കുമ്പോൾ കൂടുതൽ ഇവരുടെ വാക്കുകളിൽ നിന്നുള്ള പരാമർശങ്ങൾ ഏത് തരത്തിലാവും ഇനി വരും ദിനങ്ങളിൽ മുന്നണികൾക്ക് തലവേദന സൃഷ്ടിക്കുക എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും 3 സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി രാവിലെ പര്യടനത്തിലാണ്. ഇതിനിടയിലാണ് കൊച്ചി കോർപ്പറേഷനിലെ 62ാം ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നത്. നിലവിൽ 250 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി ജയിച്ച ഇടമാണ്. BJP സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നിരുന്നത്. നേരത്തെ കോൺഗ്രസിൻ്റെ കൈവശം വർഷങ്ങളോളം ഇരുന്ന സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP അട്ടിമറിയിലൂടെ സ്വന്തമാക്കിയത്. ആ സീറ്റ് കോൺഗ്രസ് നിലനിർത്തുമോ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ വിലയിരുത്തലിൻ്റെ ഭാഗമായി CPI സ്വതന്ത്ര സ്ഥാനാർത്ഥി സീറ്റ് പിടിക്കുമോ, അല്ലെങ്കിൽ BJP തന്നെ മണ്ഡലം വാർഡ് നിലനിർത്തുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തൃക്കാക്കര മണ്ഡലത്തോട് വളരെ ചേർന്ന കൊച്ചി നഗരത്തിലെ തന്നെ ഒരു ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാൽ അത് 3 മുന്നണികൾക്കും ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമായിരിക്കും. അഭിലാഷ്, തീർച്ചയായും തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പോര മുറുകുകയാണ്. 2022 സാക്ഷര കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും ആ തെരഞ്ഞെടുപ്പിൽ അണികളുടെ കയ്യടി നേടുന്നതിനു വേണ്ടി ഇത്തരം പ്രയോഗങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് നടത്തേണ്ടി വരുന്നു എന്നത് തീർച്ചയായും ഏറെ ദുഃഖകരമായ ഒന്നാണ്. എല്ലാവർക്കും മാതൃകയാകേണ്ട, അനുകരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഉയർന്നു വരേണ്ടത് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് എന്നുകൂടി ഇത്തരം രാഷ്ട്രീയക്കാർ തിരിച്ചറിയേണ്ടതുണ്ട്. തൃക്കാക്കരയിൽ 2020 വോട്ടിൽ പ്രതീക്ഷ വെച്ചാണ് UDF നീക്കം. ഏതെങ്കിലും കക്ഷിക്ക് അനുകൂല പ്രഖ്യാപനം നടത്തിയിട്ടില്ല എങ്കിലും കുന്നത്തുനാട് MLA PV ശ്രീനിജനുമായുള്ള ഏറ്റുമുട്ടലോടെ സാബു M. ജേക്കബ് തൃക്കാക്കരയിൽ UDFുമായി അടുക്കുന്നു എന്നാണ് വിലയിരുത്തൽ. 2020യെയോ കീറ്റെക്സ് ഗ്രൂപ്പിനെയോ പ്രകോപിപ്പിക്കാതെ വളരെ കരുതലിലാണ് UDFിന്റെ നീക്കം. ഒരു വർഷം മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 2020 നേടിയ 13,773 വോട്ടിലാണ് കോൺഗ്രസിന്റെ കണ്ണ്. ഈ വോട്ടുകളിൽ ഭൂരിഭാഗവും കോൺഗ്രസിന്റേതാണെന്ന വിലയിരുത്തലും നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു. 2020 ആം ആദ്മി സഖ്യം ഒന്നിച്ച് സ്ഥാനാർത്ഥിയെ ഇറക്കുമെന്ന സൂചന ഉണ്ടായപ്പോൾ നെഞ്ചിടിപ്പേറിയത് UDF ക്യാമ്പിലാണ്. എന്നാൽ പിന്നീട് 2020 സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിന് പരോക്ഷ പിന്തുണ നൽകുന്ന നീക്കമാണ് നടത്തുന്നത്. സിൽവർ ലൈനിനെതിരെ സാബു M. ജേക്കബ് കടുത്ത നിലപാടെടുത്തതും ഒടുവിൽ PV ശ്രീനിജനുമായുള്ള ഏറ്റുമുട്ടലുമെല്ലാം 2020 UDF അനുകൂല നിലപാടെടുത്തേക്കുമെന്നതിന് സൂചനയായി കാണുന്നു. CPM നേതൃത്വവും 2020യുമായുള്ള ഭിന്നതയിൽ കക്ഷി ചേരാതെ കരുതലോടെയുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. കഴിഞ്ഞ തവണ PT തോമസിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിന് കാരണമായി കോൺഗ്രസ് വിലയിരുത്തിയത് 2020യുടെ സാന്നിധ്യമാണ്. ഇത്തവണ തൃക്കാക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം മുറുകുമ്പോൾ ഓരോ വോട്ടും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം പയറ്റുന്നത്. തൃക്കാക്കരയിൽ നിന്നും ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം TG സജിത്, ന്യൂസ് 8. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് സ്ഥാനാർത്ഥിക്കായി കളത്തിൽ ഇറങ്ങുമ്പോൾ UDFും തലയെടുപ്പുള്ള നേതാക്കളെയാണ് തൃക്കാക്കരയിൽ ഇറക്കിയിരിക്കുന്നത്. ശശി തരൂർ UDF ക്യാമ്പിലെ VIP സാന്നിധ്യമാണ്. വാഹന പര്യടനത്തിൽ ഉടനീളം മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം ഉമാ തോമസിനൊപ്പമുണ്ട്. തരൂരെത്തിയത് UDF ക്യാമ്പിന് ആവേശമാണ്. VIP മുഖമായി തൃക്കാക്കരയിൽ സജീവമായി ശശി തരൂർ പ്രചരണത്തിലുണ്ട്. നമസ്കാരം സാർ. ഇപ്പൊ നാരങ്ങ എന്താ വില? കുറവായോ? ഇപ്പൊ എത്രയായി? അതെയോ, അതൊക്കെയല്ലേ. എന്തായാലും ഉമാ തോമസ് ഒരു വോട്ട് വരുത്തിക്കാം കേട്ടോ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് ക്യാമ്പിൽ സജീവമായതോടെ UDFും ജാഗ്രതയിലാണ്. മുതിർന്ന നേതാക്കളെ ഓരോ മേഖലയിലും ഇറക്കാൻ കോൺഗ്രസ് ശ്രദ്ധ വയ്ക്കുന്നു. ഉമാ തോമസിന്റെ വാഹന പര്യടനം 2ാം ദിവസവും തുടരുകയാണ്. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും കുടുംബയോഗങ്ങളിലൂടെയും മുതിർന്ന നേതാക്കൾ എത്തുന്നു. പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ന്യൂസ് 18 തൃക്കാക്കര.
രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതി പേരറിവാളന്റെ മോചനം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. മോചനത്തിന് അനുമതി നൽകാൻ രാഷ്ട്രപതിക്കാണ് അധികാരം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. 32 വർഷത്തെ ജയിൽവാസവും നല്ല നടപ്പും പരിഗണിച്ച് പേരറിവാളിന് സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. 1999 രാജീവ് ഗാന്ധി വധക്കേസിൽ പേരറിവാളൻ അറസ്റ്റിലായത്. അന്ന് 19 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2014 സുപ്രീം കോടതി വധശിക്ഷ ഇളവ് ചെയ്ത ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ UAPA പോലെയുള്ള നിയമങ്ങളടക്കം പിൻവലിക്കണമെന്ന് ജസ്റ്റിസ് ചന്ദ്രുവിനെ പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെടുമ്പോഴാണ് പേരറിവാളന്റെ മോചനം ആവശ്യപ്പെട്ടുള്ള ഹർജി വരുന്നത്. 19ാമത്തെ വയസ്സിൽ സ്ഫോടനത്തിനാവശ്യമായ ബോംബ് നിർമ്മാണത്തിന് 2 ബാറ്ററികൾ എത്തിച്ചു കൊടുത്തു എന്നുള്ളതായിരുന്നു പേരറിവാളിന് എതിരായ കുറ്റം. ഇപ്പോൾ 30 വർഷത്തിലേറെയായി ഇദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പലരും പങ്കെടുത്തത് കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് ഭയന്ന് എന്ന് KT ജലീൽ. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്ക് വ്യാപാരം നടത്തണമെങ്കിൽ RSSകാരന്റെ പേരിൽ ലൈസൻസ് എടുക്കേണ്ട അവസ്ഥയിലേക്കാണ് രാജ്യം മാറുന്നത് എന്നും ജലീൽ പറഞ്ഞു. തൃക്കാക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫിന് വോട്ടഭ്യർത്ഥിച്ചുള്ള കുടുംബയോഗമായിരുന്നു വേദി. ലീഗ് നേതാക്കൾക്ക് RSSന് ഭയമാണ്. നേതാക്കളുടെ സമ്പത്തിന്റെ അടിവേരുകൾ കേന്ദ്ര ഏജൻസികൾ മാന്തിയെടുക്കുമോ എന്ന ഭയമാണ് നേതാക്കൾക്ക്. റെയ്ഡിന് ഭയന്നാണ് പലരും BJP നേതാവിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതെന്നും KT ജലീൽ പറഞ്ഞു. എന്തൊക്കെയോ ദുരൂഹതകൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ BJPയോട് കാണിക്കുന്ന ഈ മൃദുല സമീപനം അത് എന്താണ്? RSS എന്ന് പറയാൻ പോലും ഇപ്പോൾ ലീഗിന്റെ പല നേതാക്കന്മാർക്കും ഭയമാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ പോലും അവരത് വെട്ടിത്തുറന്ന് പറയുന്നില്ല, അങ്ങനെ ഗോപ്യമാക്കിയാണ് പറയുന്നത്. പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക. മതന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്ത് വ്യാപാരം നടത്തണമെങ്കിൽ RSSകാരന്റെ പേരിൽ ലൈസൻസ് എടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വൻ വ്യവസായികളായ മുസ്ലിങ്ങൾ മുഴുവൻ RSSും BJPയും ലക്ഷ്യമിടുന്നു. മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ അവര് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ RSSനെതിരായി BJPക്കെതിരായി നീങ്ങിയാൽ നിങ്ങളുടെ വീട്ടിൽ ED എത്തും, നിങ്ങളുടെ വീട്ടിൽ കസ്റ്റംസ് എത്തും, നിങ്ങളുടെ വീട്ടിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡിനെത്തും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് നഷ്ടമാകും, കണ്ടുകെട്ടും, ഫൈൻ ചുമത്തും. മിണ്ടാതിരുന്നോളണം. അതിനു മുമ്പിൽ ഇന്ത്യയിലെ പല മുസ്ലിം നേതാക്കന്മാരും ലീഗിന്റെ നേതാക്കന്മാരുൾപ്പെടെ മൗനികളായി മാറുകയാണ്. രാജ്യത്തു നിന്നും മതന്യൂനപക്ഷങ്ങളെ പുറത്താക്കാൻ സംഘടിത ശ്രമം നടക്കുന്നു. കാശിയിലെ പള്ളിക്ക് പിന്നാലെ മധുര അടക്കമുള്ള പള്ളികൾ സ്വന്തമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നതായും ജലീൽ ആരോപിച്ചു. ന്യൂസ് 18 തൃക്കാക്കര.